ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ ജൂൺ 1 മുതൽ കയറണമെന്ന് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ നിർദ്ദേശം. ഒറ്റപ്പാലം തൃശൂർ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതെ പോകുന്നത് തുടരും. ഇവർ കോടതിയെ സമീപിച്ച് അനുകൂല വിധി വാങ്ങിയിട്ടുണ്ടെന്നും യോഗത്തിൽ അറിയിച്ചു. പാലക്കാട്, ഗുരുവായൂർ, ഷൊർണൂർ, പട്ടാമ്പി, തൃശൂർ, പെരിന്തൽമണ്ണ ഉൾപ്പെടെയുള്ള ബസ്സുകൾ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ കയറണമെന്നാണ് യോഗത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ കുളപ്പള്ളിയിലെ നോബിൾ ഹോട്ടലിന് മുമ്പിലെ ബസ് സ്റ്റോപ്പും ബിവറേജസിന് മുമ്പിലെ ബസ് സ്റ്റോപ്പുകളും ഒഴിവാക്കണമെന്ന് ബസ് ഉടമകളും തൊഴിലാളികളും ആവശ്യപ്പെട്ടു. മാത്രമല്ല, കുളപ്പള്ളി ബസ് സ്റ്റാൻഡിലേക്ക് കയറുമ്പോഴുള്ള ഉയരക്കൂടുതൽ പരിഹരിക്കണമെന്നും ഉന്നയിച്ചു. ബസ് സ്റ്റോപ്പുകൾ രേഖകളിലുള്ളതല്ലെന്നും ഇത് ഒഴിവാക്കാവുന്നതാണെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജൂൺ 1 മുതൽ ബസ്സുകൾ കയറി തുടങ്ങണമെന്ന നിർദ്ദേശം അംഗീകരിച്ചു. ജൂൺ 30-ന് വീണ്ടും യോഗം ചേർന്ന് തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നും തീരുമാനമായി. ഷൊർണൂർ ടൗണിലെ ഓട്ടോറിക്ഷകൾക്ക് പോലീസ് പെർമിറ്റ് അനുവദിക്കുന്നതിലെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവും ഡ്രൈവർമാർ ഉന്നയിച്ചു. ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തിയായതു മുതൽ തുടങ്ങിയ പ്രശ്നത്തിന് ഇപ്പോഴും പരിഹാരമായിട്ടില്ല. എല്ലാ വർഷവും ബസ്സുകാരോട് ഇക്കാര്യങ്ങൾ നിർദ്ദേശിക്കുമെങ്കിലും ഒരു ബസ്സുകാരും ഇക്കാര്യം പരിഗണിക്കാറില്ല. യാത്രക്കാർ ബസ് സ്റ്റാൻഡിന് മുമ്പിൽ മഴയും വെയിലുമേറ്റ് പാതയോരത്ത് നിന്നാണ് ബസ് കയറാറുള്ളത്. നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ബസ്സുകൾ തടഞ്ഞ് ബസ് സ്റ്റാൻഡിൽ കയറ്റിയ സാഹചര്യങ്ങളുമുണ്ടായി. യോഗത്തിലുണ്ടാകുന്ന തീരുമാനപ്രകാരം പോലീസിനെ നിയോഗിക്കാമെന്ന നിർദ്ദേശവും ദിവസങ്ങൾക്കകം ഇല്ലാതാവുകയാണ്. നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് പി നിർമ്മല അധ്യക്ഷയായി. ഉപാധ്യക്ഷൻ വി കെ അനുരാഗ്, സെക്രട്ടറി പി എസ് രാജേഷ്, SI അശ്വിൻ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്നിവർ പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.